ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ എമ്പുരാൻ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത സിനിമയുടെ കാത്തിരുന്ന വാർത്ത ഇങ്ങെത്തിരിക്കുകയാണ്. ആശീർവാദ് സിനിമാസും ഗോകുല മൂവീസും ചേർന്ന് നിർമ്മിച്ച വലിയ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തി. ഇപ്പോഴത്തെ വലിയ വിജയമായി മാറിക്കഴിഞ്ഞ എമ്പുരാൻ എന്ന സിനിമ അതുപോലെ തന്നെ കാത്തിരുന്ന റെക്കോർഡ് വലിയ കളക്ഷനും നേടിയെടുത്തിരിക്കുന്നു എന്നാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ടുള്ളത്. ഇന്ന് ഉച്ചയോടെ ഈ കാണുന്ന സിനിമയുടെ ഏറ്റവും പുതിയ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ വന്നിരിക്കുകയാണ്. അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എമ്പുരാൻ ഇൻഡസ്ട്രി ഹിറ്റായിട്ട് മാറിയിരിക്കുന്നു എന്നാണ്. അതേ മലയാളത്തിലെ ഏറ്റവും വലിയ ഉയർന്ന വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുക്കുന്ന സിനിമയായിട്ട് എമ്പുരാൻ മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന് ഇനി നിസ്സംശയം പറയാം. തകർത്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഏകദേശം ഇതേ സമയത്ത് തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരുന്ന മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ് ആണ്. 241 കോടിയിൽ പരമായിരുന്നു സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ്. ആ കളക്ഷനാണ് ഇപ്പോഴത്തെ എമ്പുരാൻ മറികടന്നിരിക്കുന്നത്. ഇതോടെ വേൾഡ് വൈഡ് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത ഇൻഡസ്ട്രി വിജയ സ്റ്റാറ്റസ് നേടിയെടുക്കുന്ന സിനിമയായിട്ട് ലാലേട്ടൻ സിനിമ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാൻ മറിക്കഴിഞ്ഞിരിക്കുകയാണ്. മഞ്ഞുമൽ ബോയ്സിന് ഏകദേശം 72 ദിവസങ്ങളോളം തിയേറ്ററുകളിൽ ഓടിയിട്ടാണ് ഈ പറഞ്ഞ 242 കോടി കളക്ഷൻ വന്നിരിക്കുന്നത്. എന്നാൽ എമ്പുരാൻ വെറും 10 ദിവസങ്ങൾ കൊണ്ടാണ് മഞ്ഞുമൽ ബോയ്സിന്റെ ബാലികേറ മല എന്നൊക്കെ പറയാവുന്ന വേൾഡ് വൈഡ് കളക്ഷൻ നിസ്സാരമായിട്ട് മറികടന്നിരിക്കുന്നത്. മഞ്ഞുമൽ ബോയ്സിന് വലിയ സപ്പോർട്ട് ലഭ്യമായത് തമിഴ്നാട്ടിൽ നിന്നാണ്. എന്നാൽ കേരളത്തിന് പുറത്ത് ഇന്ത്യയിൽ വലിയ സപ്പോർട്ടൊന്നും തന്നെ മഞ്ഞുമൽ ബോയ്സിന് ലഭ്യമായ സപ്പോർട്ടൊന്നും തന്നെ എമ്പുരാന് ലഭ്യമായിട്ടില്ല. അതോടൊപ്പം തന്നെ എമ്പുരാന്റെ അഭിപ്രായങ്ങൾ പലതരത്തിലുള്ള അഭിപ്രായങ്ങളായിരുന്നു എന്നൊക്കെ നമുക്കറിയാം. എന്നിട്ട് പോലുമാണ് ഇപ്പോഴത്തെ മഞ്ഞുമൽ ബോയ്സിന്റെ ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ് വെറും 10 ദിവസങ്ങൾ കൊണ്ട് എമ്പുരാൻ മറികടന്നിരിക്കുന്നത്. ഇതിനിടയിൽ മറ്റൊരു സിനിമയുടെ വലിയ നേട്ടത്തിലേക്ക് വരികയാണെങ്കിൽ 2016 തിയേറ്ററുകളിലേക്ക് എത്തിയ പുലിമുരുകൻ എന്ന സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ് ഏകദേശം 7 വർഷങ്ങളെടുത്താണ് 2018 മറികടന്നതെങ്കിൽ 2018 ഫൈനൽ കളക്ഷൻ മഞ്ഞുമൽ ബോയ്സിന് മറികടക്കാനായിട്ട് 1 വർഷം പോലും വേണ്ടി വന്നിരുന്നില്ല. ഇപ്പോഴത്തെ അതേ മഞ്ഞുമൽ ബോയ്സിന്റെ ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ് 1 വർഷത്തിനുള്ളിൽ തന്നെ എമ്പുരാനെ മറികടക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി പുലിമുരുകൻ പോലെ ഒരുപാട് നാളുകൾ ഈ റെക്കോർഡ് ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് ലാലേട്ടന് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. എന്തായാലും എമ്പുരാന്റെ ഫൈനൽ കളക്ഷൻ ഇനി ഏത് സിനിമ മറികടക്കുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? കാത്തിരിക്കൂ എമ്പുരാന്റെ അടുത്ത മണിക്കൂറുകളിലെ അടുത്ത വമ്പൻ വാർത്തകൾ കേട്ട്.